ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കുറച്ചൊരു പ്രാക്ടിക്കൽ ഫോമിലുള്ള ചാപ്റ്ററാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ അത് ഓർഗനൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. There are 3 methods of presenting data. First method is textual or descriptive presentation. അതായത് നമ്മൾ ടെക്സ്റ്റുകളായിട്ട് എന്താണ് നമ്മൾ വിവരിക്കുക. നമ്മളൊരു ആർട്ടിക്കിൾ മാതിരിയോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മാതിരിയോ നമ്മൾ വിവരിക്കുന്നതിൻ്റെ പേരാണ് ടെക്സ്റ്റുവൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ടേബുലർ ഓർ പ്രസൻറ്റേഷൻ. നമ്മൾ ടേബിൾസ് തയ്യാറാക്കുക. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് ഗ്രാഫിക് ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. അപ്പോൾ വളരെ കൺസൈസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബിഗ് പിക്ചർ, ഹോൾ പിക്ചർ കാണാൻ വേണ്ടി നമുക്ക് എന്താണ് ഗ്രാഫിക്കലി ചെയ്താൽ മതി. അപ്പോൾ ഈ 3 തരത്തിലാണ് നമുക്ക് ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഇൻ ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ഡാറ്റ ആർ പ്രസൻറ്റഡ് ഇൻ എ ടെക്സ്റ്റുവൽ ഫോം. ദിസ് ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ ഈസ് ഐഡിയൽ വെൻ ഡാറ്റ ആർ നോട്ട് വോള്യൂമിനിയസ്. അതായത് കൂടുതൽ വോള്യൂം ഇല്ലാത്ത ഡാറ്റ നമുക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഡാറ്റാസ്, ഒരു 10 പിള്ളേരുടെ അല്ലെങ്കിൽ 5 പിള്ളേരുടെ മാർക്കിനെ പറ്റിയിട്ടുള്ള ഡാറ്റ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു വിവരണം കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടെക്സ്റ്റുവലായിട്ട് ഒരു റിപ്പോർട്ട് മാതിരി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് കേസ് 1-ൽ എന്താ പറഞ്ഞത്? ഇൻ എ ഹർത്താൽ ഡേ ഓൺ July 7th, 2008, protesting the hike in bus fare, 15 buses were plying while 240 buses were not operating. 6 shops were opened and all other 345 shops were closed. 3 educational institutions were closed and remaining 39 were found open in Thrissur town. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നടന്നൊരു ഹർത്താലിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടക്കുന്നതാണ്. അപ്പോൾ ആ തൃശ്ശൂർ ടൗണിനുള്ളിൽ പെടുന്ന കുറച്ച് സ്ഥാപനങ്ങളും അവിടെ ഓടുന്ന റൂട്ടിലോടുന്ന ബസ്സുകളെയും പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റുവലായിട്ട് കൊടുത്താൽ മതി. അതേമാതിരി സെൻസസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആണ്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ തീരെ വോളിയം കുറഞ്ഞ ഡാറ്റാസ് നമുക്ക് എന്താണ് ഇങ്ങനെ ടേബുലർ ഫോമിലേക്ക് നമുക്ക് എഴുതിയാൽ മതി. നെക്സ്റ്റ് ആണ് പറയുന്നത് ടാബുലർ പ്രസൻറ്റേഷൻ. അപ്പോൾ ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ കഴിഞ്ഞു, ഇനി ടേബിൾസ് ആയിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് റൂറൽ അർബൻ പോപ്പുലേഷൻ, അതായത് 1971 മുതൽ 2001 വരെയുള്ള റൂറൽ, അതായത് ഗ്രാമീണ മേഖലയിലും നഗരമേഖലകളിലും ജീവിക്കുന്ന വ്യക്തികളുടെ പോപ്പുലേഷൻ്റെ അനുപാതമാണ് കൊടുത്തിരിക്കുന്നത്. 71-ൽ കൂടുതൽ പേരും നഗരങ്ങളിലായിരുന്നു. 71-ൽ കൂടുതൽ പേരും ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഗ്രാമങ്ങളിൽ തന്നെയാണ് കൂടുതൽ ജീവിക്കുന്നത്. പക്ഷേ വർഷം ചെല്ലുന്തോറും അതിൻ്റെ തോത് കുറഞ്ഞു വരികയാണെന്ന് നമുക്ക് ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. ടേബുലർ ഫോമിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഉപകരിക്കും. കാര്യം കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്. പിന്നെ അതിന് ടേബുലർ ഫോമിന് ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിന് തരംതിരിവുണ്ട്. എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്വാളിറ്റേറ്റീവ്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, ഒന്ന് ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ഡാറ്റ ആർ ക്ലാസിഫൈഡ് on the basis of some attributes or qualities such as gender, literacy, religion, nationality. They are not measurable. അത് നമുക്ക് ജെൻഡർ മെഷർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ഇത് cannot be മെഷേർഡ് ഇൻ യൂണിറ്റ്സ്. ഒരു മെഷർമെൻറ്റ് യൂണിറ്റിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ലിറ്ററസി ആണെങ്കിലും റിലിജൻ ആണെങ്കിലും നാഷണാലിറ്റി ആണെങ്കിലും ഒക്കെ. അതിനാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററസി ഇൻ ബീഹാർ ബൈ ജെൻഡർ ആൻഡ് ലൊക്കേഷൻ. അപ്പോൾ മെയിലും ഫീമെയിൽ അടങ്ങുന്ന ജെൻഡറിൽ ബീഹാറിൽ പെടുന്ന ലിറ്ററസി റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ മെയിൻലി വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സെക്സ് കൊടുത്തിട്ടുണ്ട്, മെയില്, ഫീമെയിൽ, ടോട്ടൽ. അപ്പോൾ ഇവിടെ റൂറലിൽ മെയിൽസിന് 58% ലിറ്ററസി റേറ്റ്. അവിടെ ബീഹാറിൽ
അത് അർബൻ ഏരിയാസിൽ വരുമ്പോൾ അത് 81%, അതായത് ബാക്കി 19% മെയിൽസിനാണ് എഴുത്തും വായനയും അറിയാത്ത എന്താണ് ലിറ്ററസി റേറ്റിൽ കുറവുള്ള ആൾ. പെർസെൻറ്റേജിൻ്റെ കണക്ക് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ബീഹാറിലെ മെയിൽസ് ആണുങ്ങൾക്കിടയിൽ റൂറൽ ഏരിയാസിൽ 58% പേര് ലിറ്ററസി ഉണ്ട്, ബാക്കി 42% പേർക്ക് ലിറ്ററസി ഇല്ല, എഴുത്തും വായനയും സാക്ഷരത ഇല്ലാത്ത വ്യക്തികളാണ്. ഇനി അർബൻ ഏരിയാസിൽ 81% പേർക്ക് ലിറ്ററസി ഉണ്ട്, ബാക്കി 19 പേർക്ക് സാക്ഷരത ഇല്ല, എഴുത്തും വായനയും അറിയില്ല. ഇനി ടോട്ടൽ ബീഹാറിലെ മെയിൽ പോപ്പുലേഷനിൽ ഇത് 60% വരുന്നുള്ളൂ. അല്ലാണ്ട് ഇത് നമ്മൾ ടോട്ടൽ ഒന്നും ചെയ്യേണ്ട. അത് എന്താ വെച്ചാൽ ബീഹാറിലെ ടോട്ടൽ മെയിൽ പോപ്പുലേഷനിൽ 60% പുരുഷന്മാർക്കാണ് എഴുത്തും വായനയും അറിയാം. ഈ ടോട്ടൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ടോട്ടലായിട്ട് വരുന്നതിൽ 60% പേർക്കാണ് ലിറ്ററസി ഉള്ളത്. അതിൽ അർബൻ ഏരിയാസിൽ ഇപ്പോൾ പാറ്റ്ന പോലുള്ള നഗരങ്ങളിലുള്ള താമസിക്കുന്ന ആണുങ്ങൾക്കിടയിൽ 81% ഉണ്ട്. റൂറൽ ഏരിയാസിൽ അവരുടെ ഗ്രാമങ്ങളിൽ നോക്കുമ്പോൾ 58%. സ്ത്രീകളുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ 30% എന്തുണ്ട് ലിറ്ററസി ഉണ്ട്. അപ്പോൾ ബാക്കി 70%-ഓളം സ്ത്രീകളിൽ ഗ്രാമീണ മേഖലയിൽ വസിക്കുന്നവർക്ക് ലിറ്ററസി ഇല്ല. അർബൻ ഏരിയാസിൽ അവർക്ക് കൂടുതലുണ്ട്, 63 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ബീഹാറിൽ സ്ത്രീകൾക്ക് 34% വരുന്നുള്ളൂ. ടോട്ടൽ ബീഹാറിൽ അത് റൂറലും അർബനും കൂടി ചേർത്ത് വരുമ്പോൾ നമ്മൾ പോപ്പുലേഷൻ വൈസ് പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ 34 വരുന്നുള്ളൂ. ഇനി റൂറലിൽ താമസിക്കുന്ന മെയിൽസിനും ഫീമെയിൽസിനും കൂടി ടോട്ടലായിട്ട് 44% വരുന്നുള്ളൂ. അർബനിൽ താമസിക്കുന്ന മെയിൽസിനും ഫീമെയിലിനും കൂടി അത് എത്രയേ വരുന്നുള്ളൂ? 73 വരുന്നുള്ളൂ. ടോട്ടൽ ബീഹാറിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടി ചേർത്ത് വരുന്ന പെർസെൻറ്റേജാണ് 48. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതെന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. വെൻ ക്ലാസിഫിക്കേഷൻ ഇസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ, അതായത് ഹൈറ്റ്, ഏജ്, ഹൈറ്റ്, വെയ്റ്റ്, ഇതൊക്കെ നമുക്ക് യു ക്യാൻ മെഷർ ഇറ്റ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ഏജ് ഗ്രൂപ്പ് 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ, 40 മുതൽ 50 വരെയുള്ള ഏജ് ഗ്രൂപ്പ് എത്ര റെസ്പോണ്ടൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്, അവരുടെ പെർസെൻറ്റേജ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് വരുന്നത് ടെമ്പറൽ ക്ലാസിഫിക്കേഷനാണ്. വെൻ ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ടൈം, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതവിടെ വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, 2005 മുതൽ 2010 വരെ. അപ്പോൾ 5 വർഷത്തെ ടൈം ഗ്യാപ്പ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ. അതിനനുസരിച്ച് സെയിൽസിൽ വന്ന മാറ്റങ്ങൾ. ആർക്ക്? ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിലുള്ള പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. തൃശ്ശൂരിലെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സെയിൽസിൻ്റെ ടേൺ ഓവറിൻ്റെ റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സ്പേഷ്യൽ വെൻ ക്ലാസിഫിക്കേഷൻ ഇസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് പ്ലേസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആർക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? അമേരിക്കയ്ക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. USA-ക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്. പിന്നെ യൂറോപ്യൻ യൂണിയൻ, പിന്നെയാണ് UK-യിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെയാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. പിന്നെ അടുത്തതാണ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിൻ്റെ പാർട്സ്, എന്തൊക്കെ ഭാഗങ്ങളാണ് ടേബിൾ ഉണ്ടാവുക. ഓരോ ടേബിളിനും ഒരു നമ്പർ ഉണ്ടാവും. ഒരു ടേബിളിന് മുകളിലായിട്ട് ഒരു ടൈറ്റിൽ ഉണ്ടാവും. ഇവിടുത്തെ ടൈറ്റിൽ ഇതാണ് ടൈറ്റിൽ. പിന്നെ അതിൻ്റെ ഹെഡ് നോട്ട് ഉണ്ടാവും, ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, അതായത് ഒരു എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ആ ടൈറ്റിലിന് താഴെയായിട്ടുണ്ടാവും. പിന്നെ ഓരോ ഹെഡിങ്ങിന് എന്തുണ്ടാവും, ഓരോ ടൈറ്റിൽ ഉണ്ടാവും. അതാണ് സ്റ്റബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഓരോ ബോക്സ് ഹെഡ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ്. പിന്നെ അടുത്തതാണ് ബോഡി അല്ലെങ്കിൽ അതിൻ്റെ ഫീൽഡ്. ടേബിൾ കണ്ടെയ്ൻ ദ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ. ആ ടേബിളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂമറിക്കൽ ഇൻഫർമേഷൻസിനാണ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ ഫുട് നോട്ട്, അതിൻ്റെ സോഴ്സ് നോട്ട്, എവിടെ നിന്നാണ് ആ ടേബിളിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് ഇതാണ് ടേബിൾ നമ്പർ, ഇതാണ് അതിൻ്റെ ടൈറ്റിൽ, ഇതാണ് കോളം ഹെഡിങ്സ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ്. ഈ കോളംസിൻ്റെ ഹെഡിങ്സിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ യൂണിറ്റ്സ്. ഇതിൽ മൊത്തത്തിൽ അടങ്ങുന്നതാണ് അതിൻ്റെ ഈ പറയുന്ന ബോഡി ഫീൽഡിലാണ് ഈ ന്യൂമറിക്കൽ ഡാറ്റാസൊക്കെ അടങ്ങുന്നത്. ബോഡി ഓഫ് ദി ടേബിളിലാണ് ഈ ന്യൂമറിക്കൽ ഡാറ്റാസ് അടങ്ങുന്നത്. ഇതിനാണ് സ്റ്റബ്സ് എന്ന് പറയാം. ഈ റോൻ്റെ ഹെഡിങ്സിനാണ് സ്റ്റബ്സ് എന്ന് പറയാം. ഈ ടേബിൾ ഇതിൻ്റെ സോഴ്സ് ഏതാണ്?
സെൻസസ് ഓഫ് ഇന്ത്യ 2001 ഇതാണ് അതിൻ്റെ ഫുട് നോട്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി വെച്ചാൽ മതി. ഇതിന് നോട്ടുകൾ വേണമെങ്കിൽ ഞാൻ PDF നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ, പിന്നെ അതേമാതിരി ടേബുലർ പ്രസൻറ്റേഷനും കണ്ടു അല്ലേ. നമ്മൾ മെയിനായിട്ട് ടെക്സ്ച്വൽ പ്രസൻറ്റേഷനും ടേബുലർ പ്രസൻറ്റേഷനും കണ്ടു. ഇനി അടുത്താണ് ഡയഗ്രമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ചിത്രങ്ങളിലൂടെ എന്താണ് നമുക്ക് കിട്ടിയ ഡാറ്റാസ് എങ്ങനെ കൺവേ ചെയ്യുന്നുള്ളതാണ് ഈ ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡയഗ്രാം? എത്ര തരം ഡയഗ്രാംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ജോമെട്രിക് ഡയഗ്രാംസ് യൂസ് ചെയ്യും, ഒന്ന് ഫ്രീക്വൻസി യൂസ് ചെയ്യും, ഒന്ന് അർത്ഥമാറ്റിക് ലൈൻ ഡയഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജോമെട്രി ഡയഗ്രാംസ് നോക്കാം. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാർ ഡയഗ്രാംസും പൈ ഡയഗ്രാംസുമാണ്. പൈ ചാർട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബാർ, അപ്പോൾ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ബാർ ഡയഗ്രാംസ് ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഡയഗ്രാം ഇൻ യൂസ്. എ ബാർ ഇസ് എ തിക്ക് ലൈൻ ഹൂസ് വിഡ്ത്ത് ഈസ് ഷോൺ മിയർലി ഫോർ അറ്റൻഷൻ. അതിൻ്റെ വിഡ്ത്ത് നമ്മൾ വെറും അറ്റൻഷന് വേണ്ടി മാത്രം, അതായത് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെറും ഒരു സിംഗിൾ ലൈന് വരച്ച് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു സീ ദ ലൈൻ പ്രോപ്പർലി. അപ്പോൾ തിക്കായിട്ട് നമ്മൾ വരയ്ക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ടു ഷോ ദ അറ്റൻഷൻ, ടു ഷോ ദ അറ്റൻഷൻ. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് വൺ ഡയമെൻഷണൽ ഡയഗ്രാം. അത് ഒരു വൺ ഡയമെൻഷണൽ ഡയഗ്രാം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബാർ ഡയഗ്രാംസ് ആർ ഓഫ് 4 types. One is simple bar diagram, the next one is multiple bar diagrams, the third one is component bar diagram, and the fourth one is percentage bar diagrams. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ you can go to we will be going to see what is simple bar diagram. എന്താണ് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. A simple bar diagram is used to represent only one variable. ഒരു വേരിയബിൾ മാത്രം കാണിക്കാനാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സെയിൽസോ പ്രൊഡക്ഷനോ ഇത് ഏതെങ്കിലും ഒന്ന് കാണിക്കാനാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫ്രം ദ ടേബിൾ ഗിവൺ ഗിവ്സ് ദ ബർത്ത് റേറ്റ് ഓഫ് per thousand of different countries over a certain period. അപ്പോൾ ബർത്ത് റേറ്റ്, ജനന നിരക്ക്, അത് പെർ 1000 ആണ്. ഇതിപ്പോൾ 33,000 ആണ് ഇവിടെ പറയുന്നത്. 33 അല്ല, 33,000 പെർ 1000 ആയതുകൊണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്താണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെക്കാട്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാർ ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യ, ജർമ്മനി, അതായത് നിങ്ങൾ ഇവിടെ താഴെ എഴുതിയാലും മതി. എന്നിട്ട് ഇവിടുത്തെ ഏറ്റവും മാക്സിമം വാല്യൂ എത്ര വരുന്നത് 40 ആണ്. അപ്പോൾ 40-ന് കുറച്ചുകൂടി മുകളിലായിട്ട് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമുക്കിത് എങ്ങനെയാണ് അവരിത് വരച്ചിരിക്കുന്നത് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് അത് പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേമാതിരി വരയ്ക്കുക. ഇവിടെ ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക, ഒരു വൈ ആക്സിസ് വരയ്ക്കുക. വൈയിലാണ് നമ്മൾ ഈ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഈ എക്സിൽ എന്താ മതി, നമ്മൾ രാജ്യങ്ങളെ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യേൻ്റെ എത്ര നമ്പർ വരുന്നത്? ഇന്ത്യേൻ്റെ ബർത്ത് റേറ്റ് 33 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ എന്താ വെച്ചാൽ ഈ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് നമ്മൾ ഓരോ പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി നിങ്ങൾ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് വരയ്ക്കുക. ഞാൻ പെട്ടെന്ന് വരച്ചതാണ്. അപ്പോൾ 5, 10, 15, 20, 25, 30, 35. അപ്പോൾ 30-ൻ്റെയും 35-ൻ്റെ ഇടയിലാണ് ഇന്ത്യേൻ്റെ പോർഷൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നോക്കിയിട്ട് സ്കെയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇവിടെ വരും. എന്നിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ്, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കണം. നീറ്റായിട്ട് വരച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്താണ് നമ്മൾ ഇവിടെ ഏകദേശം ഈ ഒരു പോർഷനിൽ വരും ഇന്ത്യേൻ്റെ ബാർ. എന്നിട്ട് നമ്മൾ അതിനൊരു ഷെയ്ഡിങ് കൊടുക്കുക. എന്തെങ്കിലും നമ്മൾ തന്നെ വെറുതെ എങ്ങനെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ ഇന്ത്യേൻ്റെത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ജർമ്മനീൻ്റെയാണ് അറിയേണ്ടത്. ജർമ്മനീൻ്റെ നമ്പർ എത്രയാണ്? 16. അപ്പോൾ ജർമ്മനി എന്താണ് ഇവിടെ വരും ഏകദേശം അല്ലേ. അപ്പോൾ ജർമ്മനിയുടേത് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ഇവിടേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ടൊക്കെ വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്.
അതായത് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ജർമ്മനീൻ്റെ നേരെ ഇങ്ങനെ വരച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്താണ് പിന്നെ അത് ഇങ്ങോട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് വെച്ച് വരയ്ക്കാനുള്ള പ്രയാസം കൊണ്ടാണ്. അപ്പോൾ അത് ജർമ്മനിയുടേത്, അതും നമ്മൾ പ്രോപ്പറായിട്ട് വരയ്ക്കുക. ഇനി അടുത്തത് യു കെയുടേത്. യു കെൻ്റെ എത്രയാണ്? നമ്പർ 20. അപ്പോൾ എന്താണ് അത് ഇതിന് നേരെ വരും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്കെയിൽ ഇതിന് നേരെ പിടിച്ചിട്ട് ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേമാതിരി ചൈനയുടേത്, ന്യൂസിലാൻഡിൻ്റെത്, സ്വീഡൻ്റെതൊക്കെ നമ്മൾ അതേപോലെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയാണെന്ത് സിമ്പിൾ. ഇനി നമുക്ക് ഈ സിമ്പിൾ ബാർ ഡയഗ്രം മാതിരി മറ്റൊന്നാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. ഇതുപോലെ തന്നെയാണ്, നമുക്ക് അധികം ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ മാറ്റം വരും. ഇവിടെ എന്താണ് ആകെ 2 വേരിയബിളേ തന്നിട്ടുള്ളൂ. ഇവിടെ എത്ര വേരിയബിൾ തന്നിട്ടുണ്ട്? ഇവിടെ വർഷങ്ങൾ തന്നിട്ടുണ്ട്, 3 വേരിയബിൾസ് തന്നിട്ടുണ്ട്. സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ ആകെ ഒറ്റ വേരിയബിളുള്ളൂ, ബർത്ത് റേറ്റ് മാത്രമേ വേരിയബിളുള്ളൂ, കൺട്രി വൈസ്. ഇവിടെ എന്താണ് ഇയറുകൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ 3 വേരിയബിൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വരച്ച മാതിരി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇയർ വരയ്ക്കുക, ഈ 3 വേരിയബിൾസിലും നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നിൻ്റെയും നമ്പർ നോക്കിയിട്ട്, അപ്പോൾ സെയിൽസ് എത്രയാണ്? 2007 100. അപ്പോൾ 100ന് നേരെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്തിട്ട് ഇതെന്താണ്, ഇത് സെയിൽസിൻ്റെതാണ്, അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവർ. നിങ്ങളിങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണ് കുറച്ചൊരു യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചു, ഞാൻ ജസ്റ്റ് കൈകൊണ്ട് വരയ്ക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഓരോ ഇവിടെ 20ൻ്റെ എന്താണ് ഇൻക്രിമെൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരച്ചു. ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. 20 ഇതൊക്കെ ഈവൺ ആയിരിക്കണം, ഓരോ സെൻറ്റിമീറ്റർ വെച്ചെടുത്താൽ മതി. 40, 60, 80, 100, 120. ഇനി 2007 ഇത് നിങ്ങൾ സ്കെയിലിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 3 വേരിയബിൾ വരുന്നില്ലേ. ഇത് കഴിഞ്ഞ് പിന്നെ 2008 അതെ 3 വേരിയബിൾ. അപ്പോൾ 2007 നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതിന് എന്താക്കിയാൽ മതി, സെയിൽസ് ആക്കുക. നമ്മൾ ഇങ്ങനെ ഡോട്ട്സ് ഇടുന്നതിനെ നമ്മൾ എന്താ ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ആക്കിയാൽ മതി. ഞാൻ ഇവിടെ GP എന്നായിരുന്നു, നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് തന്നെ എഴുതണം. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യുന്നതിന്, പൂർണ്ണമായിട്ടും ഷെയ്ഡ് ചെയ്യുന്നതിന് നെറ്റ് പ്രോഫിറ്റ്, ഞാനിവിടെ NP എന്നായിരുന്നത് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ 2007 സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ്? 100. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 100ൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സ്കെയിൽ വെച്ച് നിങ്ങളിങ്ങനെ വരയ്ക്കണം. എന്താണ് അതിൻ്റെ ഷെയ്ഡ് സെയിൽസിന്? ഇത് സെയിൽസ്. ഇനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരുന്നത്? 30. അപ്പോൾ അത് ഏകദേശം ഇവിടെ വരും അല്ലേ, 20ൻ്റെയും 40ൻ്റെയും ഇടയിൽ വരും, ഇവിടെ വരും 30. അപ്പോൾ ഇതിന് നമ്മൾ കൊടുത്ത ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഡോട്ട്സ് ആണ്. ഇനി അടുത്തത് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര വരുന്നത്? 10. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരും, 10 അല്ല 20ൻ്റെയും 0ൻ്റെയും. ഇങ്ങനെ 2008 സെയിൽസ് 120 ഇതൊക്കെ ഞാൻ കൈകൊണ്ട് വരയ്ക്കുക. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഫുള്ളായിട്ട് അവർ കട്ട് ചെയ്ത് കളയും. ഇങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല, വരകൾ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരണം. അപ്പോൾ സെയിൽസ് ഇനി അത് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 40. അടുത്തത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണണം. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 15.
അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ വരും. അത് പൂർണ്ണമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം വരുന്നത്. ഇതിന് നമ്മൾ ഹെഡിങ് കൊടുക്കുക എന്താണ്, സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ഇയേഴ്സ്. ഏതൊക്കെ വർഷം? 2007, 2008, 2009, 2010. അപ്പോൾ ഈ ബാക്കി വർഷങ്ങളും കൂടി വരയ്ക്കുക. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കി ഇപ്പോൾ വേരിയബിൾസ് നമുക്ക് എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ടേബിൾ നോക്കുന്നതിൽ എളുപ്പത്തിൽ എന്താണ് ഈ ഒരു ബാർ കട്ടാൽ ഒരു ഹോൾ പിക്ചർ, ഒരു എൻറ്റയർ പിക്ചർ കിട്ടും. ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഡാറ്റാസിലേക്ക് തന്നെ പോകണം. പക്ഷെ ഹോൾ പിക്ചർ വിൽ ബി അച്ചീവ്ഡ്, അല്ലാതെ കിട്ടും നമുക്ക്. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. നമുക്ക് അടുത്തത് കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, സബ് വേരിയബിൾസ് വരികയാണെങ്കിൽ, അല്ല ഇവിടെ ശരിക്കും ഒരു കോമൺ 1 സിംഗിൾ വേരിയബിളേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം ആദ്യം തന്നെ കണക്ക്. 3 വർഷങ്ങളാണ്.